പ്രിയമുള്ള കലാസ്നേഹികളെ, മഹാത്മാ മാർഷൽ ആർട്സ് അക്കാദമിയും എയിം ഡാൻസ് സീസണും മഞ്ചേരിയിലെ വ്യാപാരികളും സ്പോൺസർഷിപ്പോടുകൂടി ഇന്നിവിടെ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട്. അതിലുപരി മഞ്ചേരിയിൽ ഇത്രയധികം കലാസ്നേഹികളും കലാ ആസ്വാദകരും ഉണ്ടെന്നറിഞ്ഞതിൽ അതിലേറെ സന്തോഷമുണ്ട്. ഇക്കഴിഞ്ഞ അഖിലേന്ത്യാ മാർഷൽ ആർട്സ് അക്കാദമിയിൽ ചാമ്പ്യൻഷിപ്പർമാരായ കുംഫു ഗ്രാൻഡ് മാസ്റ്റർ മിസ്റ്റർ ബുഹാരിയും മിസ്റ്റർ ഷാജഹാൻ നേതൃത്വം നൽകുന്ന മഹാത്മാ മാർഷൽ അക്കാദമിയും നിരവധി സ്റ്റേജ് TV പ്രോഗ്രാമിലൂടെ നിങ്ങൾക്ക് സുപരിചിതനായ മിസ്റ്റർ ബിജു പണിക്കരുടെ നേതൃത്വത്തിൽ നടത്തുന്ന എയിംസ് ദി ഡാൻസ് സീസണും ചേർന്ന് ആണ് ഇന്നിവിടെ ഈ കലാ വിരുന്ന് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. ഇത് നിങ്ങളുടെ സ്വന്തം പ്രോഗ്രാമാണ്. ആയതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണവും സഹകരണം ആവശ്യമാണെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചു കൊള്ളുന്നു. ഇന്ന് ഇവിടെ എത്തിയിരിക്കാൻ നിങ്ങളെ ഓരോരുത്തരെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് എന്നിൽ അർപ്പിതമായുള്ള കർത്തവ്യം. വളരെയധികം ഔദ്യോഗിക തിരക്കിനിടയിലും നമ്മുടെ ഈ പ്രോഗ്രാമിൽ നിങ്ങളുടെ കാണാനും പ്രോഗ്രാം കണ്ടാസ്വദിക്കാനും ഇവിടെ എത്തിയിരിക്കുന്ന നമ്മുടെ സ്വന്തം സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ശ്രീ ബാബുരാജൻ അവരെ ഈ വേദിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹത്തിന് ബൊക്കെ നൽകി സ്വീകരിക്കുന്നതിന് വേണ്ടി കുംഫു ഗ്രാൻഡ് മാസ്റ്റർ മിസ്റ്റർ ബുഹാരിയെ ഹൃദയപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ കരുത്തനായ ജനറൽ സെക്രട്ടറി മിസ്റ്റർ നിവിൽ ഇബ്രാഹിം, അദ്ദേഹത്തെ ഹൃദയപൂർവ്വം ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അദ്ദേഹത്തിന് ബൊക്കെ നൽകുന്നതിന് വേണ്ടി ഓക്കെ, താങ്ക് യു. അടുത്തതായിട്ട് നമ്മളിവിടെ എത്തിയിരിക്കുന്ന ഓരോ മഹത് വ്യക്തികളെയും നമ്മൾ ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുകയാണ്. ആദ്യമായി അപ്പോളോ ഗോൾഡിന്റെ മാനേജിംഗ് ഡയറക്ടറെ ഈ വേദിയിലേക്ക് ഈ പ്രോഗ്രാമിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. സിറാജുദ്ദീൻ, അതുപോലെ അജി ഫാഷൻ ഫോക്സ് ഫാഷൻ വേൾഡിലെ അദ്ദേഹത്തെ ഈ വേദിയിൽ ക്ഷണിച്ചുകൊള്ളുന്നു. മനസ്സിലാവുന്നില്ല. അതുപോലെ ഹെന്ന സിൽസിന്റെ മഹറൂഖ്, അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ KC ജ്വല്ലറി പ്രൊപ്പറേറ്റർ മിസ്റ്റർ മൂസക്കുട്ടിയെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ KR ബേക്കറി യാസർ അറഫാത്ത്, അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ നമ്മുടെ കിലിക്കം ഫാൻസി തോംസൺ, അദ്ദേഹത്തെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ഡയമണ്ട് ജ്വല്ലറി മിസ്റ്റർ ഷാഫി, അദ്ദേഹത്തെ ഈ പ്രോഗ്രാം ക്ഷണിക്കുകയാണ്. അതുപോലെ കുരിക്കൽ കാർ ഇമേജിന്റെ ഉടമയും ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അതുപോലെ ഇവിടെ എത്തിയിരിക്കുന്ന ഓരോ വ്യക്തികളും ഈ പ്രോഗ്രാമിലേക്ക് ഹൃദയപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് ഈ പ്രോഗ്രാമിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി നമ്മുടെ ബഹുമാന്യരായ മഞ്ചേരി സർക്കിൾ ഇൻസ്പെക്ടർ ഓഫ് പോലീസിനെ മിസ്റ്റർ ബാബുരാജ് സാറിനെ ഹൃദയപൂർവ്വം ക്ഷണിക്കുകയാണ്. മഹാത്മാ മാർഷൽ ആർട്സ് അക്കാദമിയും എയിം ഡാൻസ് സീസൺ മഞ്ചേരിയും സംഘടിപ്പിക്കുന്ന ഈ വർണ്ണശബളമായ ഈ ചടങ്ങിൻ്റെ ഉദ്ഘാടന വേദിയിലെത്തിയിട്ടുള്ള പ്രമുഖ വ്യക്തിത്വങ്ങളെ, ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന കായിക താരങ്ങളെ, ഈ പരിപാടിയിലേക്ക് സസന്തോഷം വന്നു ചേർന്നിട്ടുള്ള ബഹുമാന്യരായ നാട്ടുകാരെ, സുഹൃത്തുക്കളെ, സഹോദരീ സഹോദരന്മാർ, മഞ്ചേരിയിൽ പലതരത്തിലുള്ള
പരിപാടികൾക്കും നമ്മൾ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. പക്ഷേ തികച്ചും വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു കലാകായിക പ്രകടനമാണ് ഇന്നിവിടെ നാം വീക്ഷിക്കാൻ പോകുന്നത്. ഈ പരിപാടിയിൽ ഉദ്ഘാടനം നിർവഹിക്കാമെന്നേറ്റിരുന്ന ബഹുമാനപ്പെട്ട മലപ്പുറം DYSP ശ്രീ സുദർശൻ സാറിന് ഔദ്യോഗിക കൃത്യനിർവഹണത്തിൻ്റെ ഭാഗമായി പെട്ടെന്ന് കോഴിക്കോട് വരെ പോകേണ്ടി വന്നതിനാൽ ആ ചുമതല എന്നെ ഏൽപ്പിച്ചത് പ്രകാരമാണ് വിനീതനായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. ഈ സമയത്ത് കുങ്ഫു കായിക മേള ആസ്വദിക്കാൻ എത്തിയിട്ടുള്ള നിങ്ങളുടെ മുമ്പിൽ സുദീർഘമായൊരു പ്രസംഗത്തിന് ഞാൻ മുതിരുന്നില്ല. കാരണം അതിൻ്റെ ആവശ്യം ഇവിടെയില്ല എന്നെനിക്കറിയാം. എന്നിരുന്നാലും ഈ കലാകാരന്മാരെ ഊഷ്മളമായി അഭിനന്ദിക്കുന്നതോടൊപ്പം തന്നെ ഈ കലാവിരുന്ന് ആസ്വദിക്കാൻ എത്തിയിട്ടുള്ള ഇവിടുത്തെ ആഭാലവൃദ്ധം ജനങ്ങളെയും കായിക പ്രേമികളെയും സുഹൃത്തുക്കളെയും എൻ്റെ നിസ്സീമമായ സ്നേഹം അറിയിച്ചുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം. അടുത്തതായി നമ്മൾക്ക് ആശംസകൾ അർപ്പിക്കുവാൻ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ജനറൽ സെക്രട്ടറി മിസ്റ്റർ നിവിൽ ഇബ്രാഹിമിനെ ഹൃദയപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട ഉദ്ഘാടകൻ ബാബുരാജ് സാർ, അപ്പോളോ ഗോൾഡ് ചെയർമാൻ, എൻ്റെ സുഹൃത്തുക്കളായ തോംസൺ അജി, മറ്റ് വേദിയിലിരിക്കുന്ന പ്രമുഖ വ്യക്തിത്വങ്ങളെ, മഞ്ചേരിയിലെ നല്ലവരായ എൻ്റെ നാട്ടുകാരെ, എൻ്റെ സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, മഞ്ചേരിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഈ വലിയ ഒരു ആൾക്കൂട്ടം തന്നെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങളൊക്കെ വളരെയധികം ഞെട്ടി നിൽക്കുക. ഇത്രയും നല്ല ഒരു പ്രേക്ഷക സമൂഹം മഞ്ചേരിക്ക് ഉണ്ട് എന്നുള്ളതാണ്. കാരണം നമ്മുടെ മഞ്ചേരിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരുപാട് പരാധീനതകളുള്ളൊരു നാടാണ് നമ്മുടെ മഞ്ചേരി. ഒരു പരിപാടികൾ പോലും നമ്മുടെ മഞ്ചേരിയിൽ കൊണ്ടുവരാൻ സാധിക്കില്ല എന്ന് എല്ലാ സംഘാടകരും എപ്പോഴും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ കാര്യങ്ങളാണ് നമ്മുടെ മഞ്ചേരിയിൽ പല പരിപാടികളും നടക്കാതെ പോകുന്നത് എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ കൂടിയ ഈ ആവേശം അതിനൊക്കെ മറുപടിയാണ് എന്ന് തന്നെ ഞാൻ പറയുന്നു. കാരണം യാതൊരു പോലീസോ പട്ടാളമോ ഇല്ലാതെ ഇത്രയും നല്ല ഒരു സമൂഹം ഇവിടെ എത്തിച്ചു എന്നുള്ളത് മഞ്ചേരിയിൽ ഇനിയും നല്ല നല്ല പരിപാടികൾ നടത്താൻ മറ്റുള്ള സംഘാടകർക്ക് പ്രചോദനമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും ഇന്നത്തെ ഈ പരിപാടിക്ക് എൻ്റെയും എൻ്റെ സംഘടനയുടെ പേരിൽ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും നല്ല ഒരു മെഗാ ഷോ ഇവർ സമ്മാനിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അടുത്തതായി നിങ്ങളോട് ആശംസകൾ അർപ്പിക്കാൻ അപ്പോളോ ഗോൾഡിൻ്റെ പ്രൊപ്പറേറ്ററെ ക്ഷണിച്ചോളൂ. ബഹുമാനപ്പെട്ട സബ് ഇൻസ്പെക്ടർ, അതുപോലെ തന്നെ മഞ്ചേരി വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ സെക്രട്ടറി ശ്രീ നിഖിൽ ഇബ്രാഹിം, മറ്റു സ്റ്റേജിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, ഏറ്റവും പ്രിയങ്കരായ ശ്രോതാക്കളെ, വളരെ ആവേശഭരിതമായി ഒരു പ്രോഗ്രാം കാത്തിരിക്കുന്ന നിങ്ങളിലേക്ക് ഒരു പ്രസംഗത്തിൻ്റെ ആവശ്യം ഇപ്പോൾ ഉണ്ടാവില്ല. നിങ്ങൾക്കെല്ലാവർക്കും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന കലാകാരന്മാർക്കും അപ്പോളോ ഗോൾഡിൻ്റെ വളരെ അഭിനന്ദനമായ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു. ജയ് ഹിന്ദ്. സുഹൃത്തുക്കളെ, അടുത്തായി നിങ്ങളോട് ആശംസ അറിയിക്കാൻ ഹെന്ന സിൽസിൻ്റെ മിസ്റ്റർ മഹറൂഖിനെ ക്ഷണിച്ചോളൂ. ബഹുമാനപ്പെട്ട വേദിയിലിരിക്കുന്ന വിശിഷ്ടാതിഥികളെ, എല്ലാ കായിക പ്രേമികൾക്കും, അതുപോലെ തന്നെ മഹാത്മാ മാർഷൽ ആർട്സ് അക്കാദമിയും എയിംസ് ഡാൻസ് സീസൺ മഞ്ചേരിയും സംഘടിപ്പിക്കുന്ന ഈ കുങ്ഫു ഡാൻസ് മെഗാ ഷോ 2011 ഇതിലേക്ക് ഹെന്ന സിൽസിൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ അർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ കുങ്ഫു മെഗാ ഷോ ആരംഭിക്കും.
പുരാതന കാലഘട്ടങ്ങളിൽ അഥവാ മനുഷ്യന്റെ ജീവിതാരംഭം മുതലേ അവന്റെ ജീവന്റെ നിലനിൽപ്പിനായി കൃഷിക്കും തുടർന്ന് അവന്റെ നിത്യമായ യൗവനത്തിനും വേണ്ടിയും പിന്നീട് ഗോത്രവർഗങ്ങളായി മാറിയ മനുഷ്യൻ അവന്റെ സ്വന്തം നിലനിൽപ്പിനായി സ്വയം പ്രതിരോധത്തിനായി ചില സ്വയം രക്ഷാ അടവുകൾ അവൻ നിർമ്മിച്ചു. തുടർന്ന് ചിന്തയും പുരോഗതിയും അനുഗ്രഹീതനായ മനുഷ്യൻ മൃഗങ്ങളിൽ നിന്നും മറ്റു ജീവജാലങ്ങളിൽ നിന്നും സ്വരക്ഷയ്ക്കായി മുറകൾ കണ്ടെത്തി. പിന്നീടത് വ്യത്യസ്തമായ രൂപത്തിലും ശൈലിയിലും അവൻ അത് പരിശീലിച്ചു. അതെ, അതിലെ ചില മുറകളും രീതികളും അവരുടെ പ്രാർത്ഥനാ നിൽപ്പുകളും അവനെ കഠിനവും സ്വയം പര്യാപ്തമാക്കി. അതെ, ചൈനീസ് കുംഫു, കുംഫുവിലെ ചില ചുവടുകളും അടവുകളും നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്നു. നിങ്ങളുടെ കുഞ്ഞു സഹോദരന്മാർ ചെയ്യുന്ന ഈ പ്രോഗ്രാമിലെ കുറവുകളെല്ലാം നികത്തി നിങ്ങൾ ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു.